Hi friends, welcome back to my channel. Hope you are fine. In this video, we can discuss the history part of social science in 8th standard. Name of the topic is Ancient Tamizhagam. പ്രാചീന തമിഴകം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. പ്രാചീന കാലത്ത് കേരളം തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രാചീന തമിഴകത്തിൽ കേരളം, കർണാടകം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശിന്റെ തെക്ക് ഭാഗം എന്നിവ ഉൾപ്പെട്ടിരുന്നു. We can study about the history of the region ranging from Tirupati to Kanyakumari, including Kerala, Karnataka, Tamil Nadu and southern part of Andhra Pradesh. We are going to discuss the socio-economic and political sources of ancient Tamizhagam. If you want to know about the history, you need some sources. We get information about this period from megalithic monuments and ancient Tamil songs. പ്രാചീന തമിഴകത്ത് ജീവിച്ചിരുന്നവരുടെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ഒരു പ്രദേശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ചില തെളിവുകൾ ആവശ്യമാണ്. മഹാശിലായുഗ കാലത്തെ സ്മാരകങ്ങളിൽ നിന്നും സംഘകാല കൃതികളിൽ നിന്നുമാണ് പ്രാചീന തമിഴകത്തെക്കുറിച്ച് അറിവുകൾ ലഭിക്കുന്നത്. Now let us study about megalithic monuments. Megaliths is a large prehistoric stone that has been used to construct a structure or a monument, either alone or together with other stones. ചരിത്രാതീത കാലത്തെ ഒരു വലിയ കല്ലാണ് മെഗാലിത്ത്. ഇത് ഒരു ഘടനയോ സ്മാരകമോ നിർമ്മിക്കാൻ ഉപയോഗിച്ചു. ദി മെഗാലിത്തിക് മോണുമെന്റ്സ്, ആൻഷ്യന്റ് തമിഴ് സോങ്സ്, coins, travelogues and a few Tamil inscriptions are the major sources of information on the history of ancient Tamizhagam. മഹാശിലാ സ്മാരകങ്ങൾ, പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, യാത്രാസ്മരണകൾ എന്നിവയിൽ നിന്നുമാണ് ആൻഷ്യന്റ് തമിഴകത്തെക്കുറിച്ച് അറിവുകൾ ലഭിക്കുന്നത്. ഏൺ ബറിയൽസ് ഓർ നന്നങ്ങാടി, സ്റ്റോൺ സർക്കിൾ, റോക്ക് ചേംബർ, തൊപ്പിക്കല്ല്, ടോം സ്റ്റോൺ, കുടക്കല്ല്, അംബ്രല സ്റ്റോൺ, മെൻഹിർ were the important megalithic monuments found in ancient Tamizhagam. The practice of burying the remains of deceased by placing them in a big urn prevailed in ancient Tamizhagam were known as urn burials or നന്നങ്ങാടി. പ്രാചീന കാലത്ത് മരിച്ചുപോയവരുടെ ശവശരീരം അടക്കം ചെയ്ത വലിയ മൺഭരണികളാണ് നന്നങ്ങാടികൾ. നന്നങ്ങാടിയുടെ മുകളിൽ സ്ഥാപിക്കുന്ന കുടയുടെ ആകൃതിയിലുള്ള വലിയ കല്ലാണ് കുടക്കല്ല്. തൃശൂർ ജില്ലയിൽ നിന്നും ഇവ കണ്ടെത്തിയിട്ടുണ്ട്. പണ്ട് കാലത്ത് മുനിമാർ ധ്യാനമിരിക്കാനായി നിർമ്മിച്ചിരുന്ന ചതുരാകൃതിയിലുള്ള അറയാണ് മുനിയറകൾ. നവീന ശിലായുഗത്തിൽ നിർമ്മിച്ചവയാണ് ഇവയെന്ന് വിശ്വസിക്കുന്നു. ഇതിന് ഏകദേശം 4000 വർഷത്തെ പഴക്കമുണ്ട്. ഇടുക്കി ജില്ലയിലെ മറയൂരിൽ നിന്നും ഇവ കണ്ടെത്തിയിട്ടുണ്ട്. Different types of iron tools have been discovered from these megalithic monuments. They are sword, knife, hook, lamp, nail, etc. Hence, this period is known as Iron Age in the South Indian history. Besides iron tools, clay pots, beads, etc. were also found from these monuments. Roman coins were also discovered from a few monuments. Black and red wares were used in that period. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച വ്യത്യസ്ത ഉപകരണങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇരുമ്പ് യുഗം എന്നാണ് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. ഇവയെ കൂടാതെ മൺപാത്രങ്ങൾ, മുത്തുകൾ, റോമൻ നാണയങ്ങൾ എന്നിവയും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ദി ആൻഷ്യന്റ് തമിഴ് സോങ്സ് പ്രൊവൈഡ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ ഹ്യൂമൻ ലൈഫ് ഇൻ ദ ആൻഷ്യന്റ് തമിഴകം. The collection of these ancient Tamil songs is known as Sangam literature. Sangam literature is the most ancient among them the available literature. It is believed that these were compiled in the period between BC 300 and CE 300. Auvayar was a famous poet during Sangam period. They are classified in accordance with the period of composition and theme. മെഗാലിത്തിക് മോണുമെന്റ്സ് നിർമ്മിച്ച കാലഘട്ടത്തിൽ തന്നെയാണ് ഓൾഡ് തമിഴ് സോങ്സ് അഥവാ പഴന്തമിഴ് പാട്ട് രചിച്ചത്. ഇത്തരം പാട്ടുകളുടെ സമാഹാരമാണ് സംഘസാഹിത്യം, സംഘം ലിറ്ററേച്ചർ.
The ancient Tamil songs are classified into Agampattugal and Purampattugal. The theme of Agampattugal is mainly personal and family affairs. The Purampattugal treat external affairs like war and trade. The Sangam literature illustrates the physiography, plentiful resources, food habits, dressing patterns, ornaments, recreational activities, customs, major occupations, and beliefs of this period. Next is about social life. The Thinais had an important role in molding the social life of ancient Tamilnadu. Hunting and collecting of forest resources were the means of livelihood of the people in the hilly region, that is Kurinji. Pepper and other spices were cultivated here. Rearing of cattle was the major occupation of the people of Mullai, the grassland. Rice and sugarcane were cultivated in the wetland Marutham. Fishing and salt production were the major occupation of the people in the coastal region Neythal. Salt was made by evaporating the seawater held in salt pans. Those who chiefly engaged the stealing cattle were the people from Palai, the dry lands. ആൻഷ്യൻ തമിഴകത്തിൽ സോഷ്യൽ ലൈഫ് രൂപപ്പെടുത്തുന്നതിൽ തിണകൾക്ക് പ്രധാന പങ്കുണ്ട്. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ എന്നിവയാണ് പ്രധാനപ്പെട്ട തിണകൾ. സംഘം ലിറ്ററേച്ചർ മെൻഷൻസ് ദ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് നോൺ ആസ് നൊടുത്തൽ, അല്ലലാവണം ഈവനിംഗ് മാർക്കറ്റ്, ആൻഡ് നാരങ്ങാടി മോർണിംഗ് മാർക്കറ്റ് were the markets of ancient Tamilagam. The commodities for daily use in different thinners were obtained from these markets. In those days, salt was an important commodity of exchange. This exchange was done by the merchant group called Umanar. Umanar also exchanged spices, the major export commodity in ancient Tamil Nadu. Some power centers were essential to frame the rules of such trading and its control. Trade was controlled by three power centers, namely Cheras, the Pandyas, and the Cholas. They were together called Moovendans. The capitals of Cheras, the Pandyas, and the Cholas were Muchiri, Madurai, and Urayur respectively. പ്രാചീന തമിഴകത്ത് കടൽ വഴിയും കരവഴിയും കച്ചവടം നടന്നിരുന്നു. ഇതിനെ നിയന്ത്രിച്ചത് ചില അധികാര കേന്ദ്രങ്ങളായിരുന്നു. ഈ 3 അധികാര കേന്ദ്രങ്ങളാണ് ചേര, ചോള, പാണ്ഡ്യന്മാർ. ഇവരെ മൂവേണ്ടന്മാർ എന്ന് വിളിച്ചിരുന്നു. കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോ കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.